കേസിൽ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിൽ മോചിതനായി. റിമാൻഡിലായി 18 ദിവസത്തിന് ശേഷമാണ് മാവേലിക്കര സബ് ജയിലിൽ നിന്ന് രാഹുൽ പുറത്തിറങ്ങുന്നത്. മൂന്നാം ബലാത്സംഗ കേസിൽ പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത്. നിയമസഭയിലേക്ക് പോകും. എന്തെങ്കിലും പറയാനുണ്ടോ? 18 ദിവസമായി ജയിൽവാസം. എന്തെങ്കിലും പറയാനുണ്ടോ? കുടിക്കാനാണോ? ഫൈസൽ അസീസ് ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഫൈസൽ, 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് MLA പുറത്തിറങ്ങുന്നത്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങളോടൊന്നും രാഹുൽ സംസാരിച്ചില്ല. പ്രതികരണം ഒന്നുമില്ലാതെ മടങ്ങുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അനീഷ, തീർച്ചയായും രാഹുൽ ഒന്നും പ്രതികരിക്കാതെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. 18 ദിവസത്തിന് ശേഷമാണ് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്നും ഈ മൂന്നാമത്തെ ബലാത്സംഗ പരാതി കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ജയിൽ മോചിതനായിരിക്കുന്നത്. മാധ്യമങ്ങൾ പ്രതികരണം തേടി, അതായത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ അല്ലെങ്കിൽ കുടുക്കിയതാണോ എന്നൊക്കെ രീതിയിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നറിയാൻ മാധ്യമങ്ങൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം ഒന്നിനും പ്രതികരിച്ചില്ല. നേരെ കാറിൽ കയറി അടൂരിലെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം 18 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ പാലക്കാട് വെച്ച് പിടികൂടുന്നത്. പാലക്കാട് അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിൽ വെച്ച് അതീവ രഹസ്യമായിരുന്നു ആ ഒരു പിടികൂടൽ. അതിനു മുമ്പത്തെ 2 ബലാത്സംഗ കേസിനും ഒന്നിൽ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്നും അദ്ദേഹം ജാമ്യം നേടിയിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ കേസിലാണ് അദ്ദേഹത്തെ പോലീസ് കുടുക്കിയത്. അതായത് ഇമെയിൽ ലഭിച്ച പത്തനംതിട്ട സ്വദേശിയുടെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തതും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തെ ഈ തിരുവല്ലയിലെ ഹോട്ടലിലെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. പത്തനംതിട്ട എയർ ക്യാമ്പിലായിരുന്നു ജി പൂങ്കുഴിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന AIG ജി പൂങ്കുഴിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത്. അദ്ദേഹം പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. പിന്നീട് ദിവസങ്ങൾ നീണ്ട വിചാരണക്കൊടുവിലാണ് ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. തുടർന്ന് അദ്ദേഹം ഇപ്പോൾ 18 ദിവസവും അതേ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലായിരുന്നു കഴിഞ്ഞിരുന്നത്. തുടർന്ന് ജാമ്യം കിട്ടിയതോടെ അല്പസമയം മുമ്പാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത്. മാധ്യമങ്ങളോട് ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാതെ രാഹുൽ മടങ്ങുന്നു. 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് MLA പുറത്തിറങ്ങുന്നത്. അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം അവിടെ ജയിലിന് പുറത്തുണ്ടായിരുന്നോ? തീർച്ചയായും യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മുട്ടയേറ് ഉൾപ്പെടെയുള്ള പ്രതിഷേധമുണ്ടായി. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഈ ജയിൽ കവാടത്തിന് മുന്നിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത്. അതിൽ ഒരു പ്രവർത്തകന് സ്ഥലമായി പരിക്കേറ്റിട്ടുമുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും പോലീസും വലിയ സുരക്ഷയാണ് അദ്ദേഹത്തിന് ജയിൽ കവാടത്തിന് മുന്നിലും അതുപോലെ ജയിലിന് മുന്നിലും ഏർപ്പെടുത്തിയിരുന്നത്. ജയിൽ കവാടത്തിന് മുന്നിൽ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ തള്ളിമാറ്റിക്കൊണ്ട് പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തി. അതിനുശേഷം ഇവിടുന്ന് ഈ ജയിലിന് മുമ്പിൽ നിന്ന് കാർ നേരെ ഈ ജയിൽ കവാടത്തിന് മുന്നിലേക്ക് പോവുകയും ചെയ്തു. അവിടെയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നത്. അവിടെ മുട്ടയെറിയുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങി.